അത് ഡേറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം ബാങ്കിൻ്റെ പ്രശ്നമാണ്. ബാങ്കുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. KSRTCയുടെ ബാലൻസ് ഷീറ്റ് കൊടുക്കണമായിട്ടുണ്ട്. അതായത് ഈ വർഷം 2024 അല്ലേ 6-ാം മാസം വരെ ഉള്ള ബാലൻസ് ഷീറ്റ് കറക്റ്റ് ചെയ്ത് ജൂൺ വരെയുള്ളത് കറക്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ശ്രമം പ്രത്യേകമായിട്ട് ചാർട്ടേഡ് അക്കൗണ്ടിനെയൊക്കെ വെച്ച് ഞങ്ങൾ വളരെ വേഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 6 മാസം എഴുതാനുണ്ട്. അത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ D കാറ്റഗറിയിൽ നിന്ന് KSRTC C കാറ്റഗറിയിലേക്ക് വന്നു. ഇനി സിയിൽ നിന്ന് B- പോകും. B- പോകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ലോൺ എടുക്കാൻ കഴിയും. കൺസോർഷ്യത്തിൻ്റെ മുഖ്യ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറുമായി ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. മാഡം അതിനകത്ത് വളരെ പോസിറ്റീവ് നിലപാടാണ്. അത് പരിഹരിക്കാൻ കഴിയും. അത് സമയമെടുക്കുന്നതല്ല, മാക്സിമം വേഗത്തിൽ നടക്കും. കാരണം സമയമെടുത്ത് എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തി എപ്പോഴെങ്കിലും കൊടുത്താൽ പോരല്ലോ. നമ്മൾ പറഞ്ഞ വാക്കിൻ്റെ അന്തസ്സ് വേണ്ടേ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കിട്ടും. ജീവനക്കാർക്ക് ഒരു ആശങ്കയും വേണ്ട. അതിനുള്ള എല്ലാ ഗവൺമെൻറ് ഭാഗത്തുനിന്നുള്ള എല്ലാ സിസ്റ്റവും മുഖ്യമന്ത്രി റെഡിയാക്കി തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ തന്നെയാണ് ഈ 650 കോടിയോളം രൂപ KTDFCക്കും KSRTCക്കും കൂടെ നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നേരിട്ടുള്ള ഇടപെടലിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ D കാറ്റഗറിയിൽ നിന്ന് മാറിക്കിട്ടുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും അവിടെ കിടന്നേനെ. അല്ല, കമ്മീഷൻ റിപ്പോർട്ട് അവർക്ക് കിട്ടിയെന്ന് അറിയത്തില്ല, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഔദ്യോഗികമായി എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം കിട്ടാത്ത കാര്യം റിപ്പോർട്ട് വരട്ടെ അക്കാര്യത്തിൽ. മാത്രമല്ല നമ്മളിപ്പോൾ KSRTCയുടെ ഇതിനെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കണം. KSRTC ഏർപ്പെടുത്തിയ കുട്ടികളുടെ കൺസെഷൻ ആപ്പ് വളരെ എഫക്റ്റീവാണ്. കാരണം 79,867 അപേക്ഷ നമുക്ക് കിട്ടി. അതിൽ 6,820 അപേക്ഷ റിജക്റ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ KSRTC കൊടുക്കാൻ തയ്യാറാക്കിയിരിക്കുന്ന 66,086 എണ്ണമാണ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവർ പൈസ അടച്ചു കഴിഞ്ഞാൽ അവർ കിട്ടും. പൈസ അടച്ച് കൺസെഷൻ കൈപ്പറ്റിയവർ 31,128. അപ്പോൾ ഈ അപ്രൂവായ 66,086 എണ്ണം കിടപ്പുണ്ട്. അവർ പൈസ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉടനെ കിട്ടും. ആ ആപ്പ് വിജയകരമായി വന്നതുപോലെ പ്രൈവറ്റ് ബസ്സുകൾക്കും സ്റ്റുഡൻറ്റ് കൺസെഷൻ കൊടുക്കുന്നതിന് ഒരു ആപ്പ് ഏർപ്പെടുത്താൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. MBDയുടെ കീഴിലായിരിക്കും അത് വരുമ്പോൾ കൃത്യമായ കണക്ക് എല്ലാവരും വണ്ടി കയറിയെന്ന് പ്രൈവറ്റ് ബസ്സുകാർ പറയുന്നില്ലേ. ഇപ്പോൾ അറിയാമല്ലോ KSRTCയിൽ എത്ര പേര് കൺസെഷൻ എടുത്തു എന്ന് ഈ തുണ്ട് കടലാസ് നോക്കിയാൽ അറിയാം. ഇന്നലെ വൈകിട്ട് വരെയുള്ള കണക്കാണ് ഞാനിപ്പോൾ വായിച്ചത്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാനത് പ്രോവിഡൻറ്റ് ഫണ്ട്, പിന്നെ അവരുടെ ബാങ്കിൽ നിന്ന് എടുത്ത ലോണിൻ്റെ കണക്ക്, ഇതെല്ലാം പരമാവധി അടയ്ക്കാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 3 കോടിയിലധികം രൂപ ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം മാത്രം അടച്ചിട്ടുണ്ട്. ജീവനക്കാരിൽ നിന്ന് പിടിച്ച പൈസ അടയ്ക്കുന്നില്ല എന്നുള്ളത് ഒരു പിന്നെ ലീഗലായിട്ടും തെറ്റാണ്, ധാർമ്മികമായിട്ടും തെറ്റാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ കിട്ടുന്ന പണമെല്ലാം അതാണ് ജീവനക്കാർ സന്തോഷമായിരിക്കുന്നത്. അവരുടെ ലോണുകളിൽ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് അവിടുത്തെ ലോണുകൾ അതെല്ലാം പിടിച്ചതായിട്ടാണ് കണക്ക്. നോട്ടീസ് അവർക്ക് ചെന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് മാക്സിമം അടച്ചു കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് സ്ക്രാപ്പ് വിറ്റ് കിട്ടിയ പൈസയിൽ നല്ലൊരു ശതമാനം അതാണ് ചെയ്തത്. പുതിയ ബസ്സുകൾക്ക് ധനകാര്യമന്ത്രി ഉടൻ തന്നെ അനുമതി തരും. ചെറിയ ബസ്സുകളും ഗ്രാമീണ പ്രദേശങ്ങൾ പഴയ എഞ്ചൻ വണ്ടികളല്ലേ ഓടുന്ന പുതിയ ബ്രാൻഡ് ന്യൂ ബസ്സസ് വരും. എയർ കണ്ടീഷൻ ബസ് ഒരു 10 എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഉടൻ വരും. എയർ കണ്ടീഷൻ ബസ് നിങ്ങളെല്ലാം മുന്നിൽ വെച്ച് ട്രയൽ നോക്കിയ പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് നല്ല ലാഭമാണ്. ഒരു ദിവസം എറണാകുളത്ത് പോയി വരുമ്പോൾ 10,000 രൂപ ലാഭമുണ്ട്. എല്ലാ ചിലവും പോയിട്ട് വണ്ടിയുടെ പ്രൈസും ഡിപ്രീസിയേഷനും ചേർത്ത് വണ്ടി പോയി വരും. KSRTC സ്വിഫ്റ്റ് ഡ്രൈവറുടെ ശമ്പളമല്ല, KSRTC ഡ്രൈവറുടെ ശമ്പളം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10,000 രൂപ ഒരു ദിവസം പ്രോഫിറ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ ധാരാളം വരും. കേരളത്തിലെ ഒരു യാത്രാ സംസ്കാരം മാറ്റുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. 2011 സിനിമാ തിയേറ്റർ ഉപേക്ഷിച്ച് പോയ മലയാള സിനിമാ പ്രേക്ഷകർ TV-യുടെ മുമ്പിലേക്കും സീരിയലിൻ്റെ മുമ്പിലേക്കും പോയ മലയാള സിനിമാ പ്രേക്ഷകരെ എങ്ങനെയാണോ തിയേറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്, അതുപോലെ KSRTC ബസ്സിലേക്ക് യാത്രക്കാരെ തിരിച്ചു കൊണ്ടുവരും.